സംസ്ഥാനത്ത് സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞവർക്കുള്ള അവിവാഹിത പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള 4 മാസത്തെ 6400 രൂപ വീതം ഒരാൾക്ക് സർക്കാർ പെൻഷൻ കുടിശ്ശിക ഇനത്തിൽ ഇപ്പോൾ നൽകുവാനുണ്ട്. ഈ സഹായം ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഈ ജനുവരി മാസം തന്നെ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാന സർക്കാരിനുള്ളത്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ബജറ്റ് അവതരണത്തിനും മുന്നോടിയായി തന്നെ കുടിശ്ശികയുള്ള ക്ഷേമ പെൻഷൻ തുക, മുടങ്ങിക്കിടക്കുന്ന മറ്റ് പദ്ധതി ആനുകൂല്യങ്ങൾ എന്നിവ വിതരണം ചെയ്യേണ്ടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വെല്ലുവിളി നേരിടുന്ന ഒരു കാര്യം തന്നെയാണ്. പെൻഷൻ ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്തതിന് ശേഷം മാത്രമാവും പെൻഷൻ തുകയിൽ വർധന വരുത്തുന്ന കാര്യത്തെക്കുറിച്ച് ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന അറിയിപ്പുകൾ. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുകൂടി സർക്കാരിനിപ്പോൾ പെൻഷൻ വിതരണത്തിൽ വിമർശനം നേരിട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലുള്ളവർക്ക് കൂടി 1 വർഷത്തെ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുവാൻ സർക്കാർ നിർമ്മാണ ക്ഷേമ ബോർഡിലേക്കുള്ള സെസ് പിരിവ് ഊർജിതമാക്കിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഒരു പരിധിവരെയെങ്കിലും കൊടുത്തു തീർക്കുവാനുള്ള ശ്രമത്തിലാണിപ്പോൾ സർക്കാർ. സംസ്ഥാനത്ത് ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാർ 2024 ജനുവരി മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട 3 അറിയിപ്പുകൾ കൂടി നൽകിയിട്ടുണ്ട്. ആദ്യത്തെ പ്രധാന അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് വിധവാ പെൻഷനും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ നോ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സമയം ഇപ്പോൾ പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ആയിരിക്കുകയാണ്. എല്ലാ വർഷങ്ങളിലും ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചെങ്കിൽ മാത്രമാണ് ഇവർക്ക് 1 വർഷത്തേക്കുള്ള വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. 1600 രൂപ വീതം വിധവാ പെൻഷൻ അല്ലെങ്കിൽ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കളിൽ 2024 ജനുവരി 1-ന് 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവർക്ക് ഈ സാക്ഷ്യപത്രങ്ങൾ നൽകേണ്ട ആവശ്യമില്ല. അല്ലാത്തവർ പുനർവിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സാക്ഷ്യപത്രം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴിയും അപേക്ഷ വച്ച് ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത് വേണം നിങ്ങളുടെ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ സമർപ്പിക്കുവാൻ. മറ്റൊരു പ്രധാന അറിയിപ്പ്, പെൻഷന് അർഹത ഉണ്ടായിട്ടും ഈ ആനുകൂല്യങ്ങൾ കഴിഞ്ഞ 2 മാസമായി ലഭിക്കാതിരിക്കുന്ന ഗുണഭോക്താക്കളുണ്ട്. മസ്റ്ററിംഗ് സർക്കാർ പറഞ്ഞ സമയത്ത് ചെയ്യാത്തവർക്കാണ് ഇത്തരത്തിൽ പെൻഷൻ മുടങ്ങിയത്. ഇങ്ങനെയുള്ളവർക്ക് എല്ലാ മാസവും 1 മുതൽ 20 വരെയുള്ള തീയതികളിൽ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. ഓഗസ്റ്റ് മാസം വരെയുള്ള പെൻഷനാണ് ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുന്നത്. ഇനി മസ്റ്ററിംഗ് ചെയ്യുന്നവർക്ക് ജനുവരി മാസത്തിലെ പെൻഷൻ അനുവദിക്കുമ്പോൾ അത് ലഭിക്കുന്നതാണ്. പെൻഷൻ ID, ആധാർ എന്നിവയുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ഇനിയും ചെയ്യാത്തവർക്ക് അത് പൂർത്തീകരിക്കാവുന്നതാണ്. എന്തെങ്കിലുമൊക്കെ വയ്യായ്കയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും പ്രതിനിധികളെത്തി വീടുകളിൽ മസ്റ്ററിംഗ് നടത്തുന്നതാണ്. ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചാലും മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണത്തിൻ്റെ കേസ് ഹൈക്കോടതി ജനുവരി 10-ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതിനുശേഷമാകും ജനുവരി മാസത്തിൽ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള സർക്കാർ അറിയിപ്പ് പുറത്തുവരിക.